അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത വീഡിയോ കട്ടായിപ്പോയി, പകുതിയേ കിട്ടുള്ളൂ. അപ്പോൾ അതൊന്നും കൂടെ പറയുവാണേ. അപ്പോൾ ഇത് ഒരു നെക്ക് ഡിസൈനാണ്. അപ്പോൾ നമുക്ക് നെക്കിന് വിത്ത് ഇത്രയും വേണ്ട. അപ്പോൾ അത് എങ്ങനെയാണ് കുറച്ചെടുക്കണേന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇത് നമുക്കിത് മൊത്തം വരുന്നത് 6.5 ഇഞ്ച് വിത്തുണ്ട്. അപ്പോൾ നമുക്ക് ഇത്ര വേണ്ട. 2.25 ഒരു സൈഡിൽ നമുക്ക് മൊത്തം വരുന്നത് 5.5 ഇഞ്ച് നമുക്ക് ഇത് മതി, വിത്ത് മതി നെക്കിന്. അപ്പോൾ ഇത് ഞാൻ ആദ്യം ചെയ്തതാണ്, അപ്പോൾ ഒന്നുകൂടെ കാണിക്കുകയാണ്. അപ്പോൾ നമ്മളിത് സെൻറ്റർ ഭാഗം നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തിട്ട് നമുക്കിത് പതിയെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വയ്ക്കും. അപ്പോൾ നമ്മളിവിടെ ഈ സൈഡിൽ നെക്കിൻ്റെ ഈ ഭാഗത്ത് ചുളിവില്ലാതെ നമ്മൾ സൈഡ് കറക്റ്റ് ചെയ്തിട്ട് ഇത് എത്രയുണ്ടെന്ന് നമുക്കിനി നോക്കാം. അപ്പോൾ ഇത് കറക്റ്റ് 5.5 ഇഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒരു സേഫ്റ്റി പിന്ന് ഹെഡ് പിൻ എടുത്തിട്ട് നമുക്കിങ്ങനെ ഇത് പിൻ ചെയ്ത് വയ്ക്കാം. അതിനുശേഷം നമുക്ക് കറക്റ്റ് ഒരു പേപ്പർ എടുത്തിട്ട് ഈ സെൻറ്റർ ഭാഗം നോക്കി ഇത് നമുക്കിതേപോലെ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ സ്കെച്ച് ചെയ്തെടുക്കാം. കറക്റ്റ് സെൻറ്റർ ഭാഗം നോക്കി വെച്ച് ഇതുപോലെ നമുക്ക് ഇതിൻ്റെ മുകളിൽ നോക്കി ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കാം, വരച്ച്. അപ്പോൾ ഞാനിത് ആദ്യം ഇങ്ങനെ മാർക്ക് ചെയ്തെടുത്തതാണ്. അപ്പോൾ നോക്കിക്കഴിയുമ്പം ഫോൺ ഓഫായിരിക്കുമായിരുന്നു, അതുകൊണ്ട് നമുക്കിത് രണ്ടാമതെടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ വരച്ചെടുത്തതിന് ശേഷം ഇനി നമുക്കിത് കറക്റ്റ് ഷേപ്പിൽ മാർക്ക് ചെയ്ത് സാധാരണ നെക്ക് ചെയ്യുന്നത് പോലെ ഇത് തുണിയിലേക്ക് കട്ട് ചെയ്തപ്പോൾ ഈ പിന്ന് ഇവിടെ നിന്ന് മാറ്റരുത്. ഇവിടെ നിന്ന് മാറ്റാതെ നമുക്ക് ഇനി ഇതുവഴി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് വേറൊരു തുണിയിലേക്ക് വെച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇതുവഴി നമുക്കിനി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നെക്ക് ചെറുതായി കിട്ടും. അപ്പോൾ ഓക്കെ, ഇത് അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്യുവാണ്. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് നോക്കി വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഇതിൻ്റെ ചേർന്ന് തന്നെ സ്റ്റിച്ചിങ് വേണ്ടുണ്ടോ എന്ന് നോക്കി ഇങ്ങനെ കൈ വെച്ച് തന്നെ തടങ്ങി നോക്കുമ്പോൾ അറിയാം. ഇതിപ്പം നമ്മൾ നെക്കിൻ്റെ വിത്ത് കുറയ്ക്കുകയാണ് ചെയ്തത്. ഇതുപോലെ തന്നെ നമുക്ക് കൂട്ടുകയും ചെയ്യാം. അപ്പോൾ നമ്മളിപ്പം നെക്ക് കട്ട് ചെയ്തിട്ട് പിൻ ചെയ്തതുപോലെ തന്നെ അത് വലിച്ചു പിടിച്ചു കഴിഞ്ഞാൽ നെക്ക് വലുതാവുകയും ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് 2 രീതിയിലും ചെയ്യാം. നോക്കാം. അപ്പോൾ ഇത് ചേർന്ന് വന്നിട്ടുണ്ട്. നമുക്കിനിത് കട്ട് ചെയ്ത് മാറ്റാം. ഇതിലേക്ക് ഇത് റെഡി ആയിട്ടുള്ള ഇതിൻ്റെ മുകളിൽ കൂടെ സ്റ്റിച്ച് കൊടുക്കാം. സ്റ്റിച്ച് കൊടുക്കാം. ഓക്കെ, നമ്മുടെ ഫ്രണ്ടിലേക്ക് ഓക്കെ ആയിട്ടുണ്ട്.